നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കൊള്ള, ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. 27 പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് പൂർണ്ണം. തെക്കുംകര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചെയ്യുന്ന തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. പുത്തൂർ പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശുചിത്വ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സ്വർണ്ണക്കൊള്ള, ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം താലൂക്ക് ഓഫീസിലേക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ ആഹ്വാനപ്രകാരം താലൂക്ക് ഓഫീസിലേക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. K ഗോപാലകൃഷ്ണൻ, TM കൃഷ്ണൻ, K അജിത് കുമാർ, ജിമ്മി ചൂണ്ടൽ, ജിജോ കുര്യൻ, NR സതീശൻ, SA ആസാദ്, PI ഷാനവാസ്, PN വൈശാഖ്, PJ രാജു, K നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ജയൻ മംഗലം, MH ഷാനവാസ്, O ശ്രീകൃഷ്ണൻ, സന്തോഷ് ചെറിയാൻ, TP ഗിരീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 മുതൽ നടന്ന വലിയ രീതിയിലുള്ള ശബരിമല ശാസ്താവിന്റെ വിലമതിക്കാനാവാത്ത സ്വർണവും പണവും സ്വത്തുക്കളും അപഹരിച്ച ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായ ജനവികാരം ഉയർന്നു വരികയാണ്. ഓരോ ദിവസം ചെല്ലുമ്പോഴും ജയിലറകളിലേക്ക് പോകുന്ന ധർമ്മശാസ്താവിന്റെ പണവും സ്വർണവും അപഹരിച്ചവർ വരിവരിയായി ജയിലറകളിലേക്ക് പോകുന്നു. പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ആരൊക്കെയാണ് ജയിലിൽ? അത് മൂടിവെക്കുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും നടത്തുന്ന വ്യായാമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 2 മാസത്തോളമായി CPMന്റെ MLA, കോന്നി MLA ആയിരുന്ന പത്മകുമാർ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളോടുകൂടി ജയിലിലാണ്. അതിന് പുറകെയായി തുടർന്നു വന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വാസു, ഈ ബോർഡുകളിലൊക്കെ അംഗമായിരുന്ന വിജയകുമാർ, അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം ബോർഡുകളിലെ അംഗമായിരുന്നവർ 2019 പിണറായി വിജയൻ മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയുമായിരിക്കുന്ന ബോർഡുകളിൽ ആ ബോർഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് ദ്വാരപാലക ശില്പവും സ്വർണ്ണപ്പാളികളും കട്ടിലപ്പാളികളുമൊക്കെ സ്വർണം പൂശാനും സ്വർണം പൊതിയുന്നതിനും വേണ്ടി ഏൽപ്പിച്ചത് എന്നതിനെ കുറിച്ച് ചർച്ച നടക്കുകയാണ്. ഒരു ചർച്ചയ്ക്കും അടിസ്ഥാനമില്ല. കോൺഗ്രസിന്റെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് ശേഷം വന്ന പിണറായി വിജയന്റെ 2016 ശേഷം വന്ന ഗവൺമെന്റിന് കീഴിൽ അന്നത്തെ ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിൽ ശങ്കരദാസ്. ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്കായിരുന്നു 27-ാം തീയതി. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കി കുറയ്ക്കണമെന്നായിരുന്നു ആവശ്യം. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്കിയത്. 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ച ബാങ്ക് അവധിയാണ്. ഇത് എല്ലാ ശനിയാഴ്ചയും ആക്കണമെന്നാണ് ആവശ്യം. ദിവസവും 40 മിനിറ്റ് ഇതിനായി അധിക ജോലി ചെയ്യാമെന്ന് സംഘടനകൾ പറഞ്ഞു. 23-ന് ലേബർ കമ്മീഷനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ച ഇപ്പോൾ അവധിയാണ്. റിപ്പബ്ലിക് ദിന അവധിയടക്കം തുടർച്ചയായ 4 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടന്നു. ഏറെ നാളായിട്ടും ആവശ്യങ്ങൾ പണിമുടക്കിലേക്ക് പോകേണ്ടി വന്നു എന്ന് യൂണിയൻ നേതൃത്വം പറയുന്നു. പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഹരിത സ്കോളർഷിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശുചിത്വ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി അധ്യക്ഷത വഹിച്ചു. നവംബർ 14-ന് സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ച ഹരിതസഭയിൽ പലവിധ പ്രവർത്തനങ്ങളിലൂടെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്ക് പഞ്ചായത്ത് തലത്തിൽ ഹരിത സ്കോളർഷിപ്പ് വിതരണം നടത്തുക എന്ന ഉദ്ദേശമാണ്. പഞ്ചായത്ത് തല ശുചിത്വ പഠനോത്സവത്തിൽ പങ്കെടുത്ത 45 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായി. കുട്ടികൾക്കുള്ള സാക്ഷ്യപത്രം, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാലയത്തിനുള്ള പ്രശസ്തി പത്രവും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ MM സേതുമാധവൻ, രേഖ ചാക്കോ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ,
സീനിയർ സെഷൻ ക്ലർക്ക് സജിത, PA റോസ്മേരി, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, ശുചിത്വ സേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ഡിസ്ട്രിക്ട് ഡിസ്റ്റിലറി ആൻഡ് ബ്രൂവറി എംപ്ലോയീസ് യൂണിയൻ INTUC ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, വൈസ് പ്രസിഡന്റ് മോളി തോമസ്, ജനറൽ സെക്രട്ടറി KI തോമസ്, ജോയിന്റ് സെക്രട്ടറി മിനി വിനോദൻ, ട്രഷറർ OP ശിവദാസൻ. തിരുവല്ലോമല സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറി തുറന്ന് പ്രവർത്തിക്കുക, അടച്ചുപൂട്ടിയ കാലഘട്ടത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, ഫാക്ടറീസ് ആക്ട് പ്രകാരമുള്ള ലീവ് വിത്ത് വേജസ് ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങളും യൂണിയൻ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തെക്കുംകര പഞ്ചായത്തും തെക്കുംകര കൃഷിഭവനും സംയുക്തമായി ചെയ്യുന്ന തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി തരിശ് സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2 ഏക്കർ സ്ഥലത്താണ് മുഗുസ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷി നട്ടത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ സ്വാഗതം ആശംസിച്ചു. EN ശശി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA രജനി, വാർഡ് മെമ്പർമാരായ ബിജു രവീന്ദ്രൻ, AM ആമന, കൃഷി ഉദ്യോഗസ്ഥരായ MA ശാന്തി, MS സജിത എന്നിവർ പങ്കെടുത്തു. നമുക്ക് സുപരിചിതമായ ഒരു കൃഷിയല്ല. അപ്പോൾ ഒരു പരീക്ഷണാർത്ഥത്തിലെന്നോ അല്ലെങ്കിൽ വിപുലപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ച, അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ നേരത്തെ ഇവിടെ കൃഷി ഓഫീസറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ സൂചിപ്പിച്ച പോലെ എല്ലാ സ്ഥലങ്ങളെയും പ്രയോജനപ്പെടുത്തുക, തരിശായി ഒരു സ്ഥലവും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. ആ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് തണ്ണിമത്തൻ്റെ തൈകൾ നട്ട് ഈ നടീലുത്സവം പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് തെക്കുംകര കൃഷിഭവനും അതുപോലെ തന്നെ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൂടി ഏറ്റെടുത്തു. പഞ്ചദിന പ്രവൃത്തി വാരത്തിനായി ബാങ്ക് ജീവനക്കാരുടെ ദേശീയ പണിമുടക്ക് പൂർണ്ണം. ബാങ്ക് ജീവനക്കാരുടെ തൊഴിൽ ദിനം 5 ദിവസമായി പുതുക്കി നിശ്ചയിക്കാൻ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും കേന്ദ്ര സർക്കാരും നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശവ്യാപകമായി ബാങ്ക് ട്രേഡ് യൂണിയനുകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരം തൃശൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ MEC ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന തൊഴിൽ കോഡുകൾക്കെതിരായി നടക്കാനിരിക്കുന്ന സംയുക്ത തൊഴിലാളി പണിമുടക്ക് പശ്ചാത്തലത്തിലാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കിയത്. സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നതുവരെ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് CITUവിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പണിമുടക്ക് ധർണയിൽ ജില്ലാ കൺവീനർ KC ജിതിൻ അധ്യക്ഷനായി. സഹപ്രവർത്തകർക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയ ബാങ്ക് ജീവനക്കാരിയായ യുവതി നദിയിൽ മുങ്ങി മരിച്ചു. മാള അഷ്ടമിച്ചിറ സ്വദേശി ചെറാല വീട്ടിൽ മുരളിയുടെയും രാജയുടെയും മകളായ ശ്രദ്ധയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. വിനോദയാത്രയ്ക്കിടെ കാളിയാർ നദിയിൽ കാൽ വഴുതി വീണു. മാള കുഴിക്കാട്ടുശ്ശേരിയിലെ CSB ബാങ്കിലെ കസ്റ്റമർ റിലേഷൻസ് ഓഫീസറായിരുന്നു. അപകടം നടന്നയുടൻ യുവതിയെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭർത്താവ് കിഴക്കനൂട്ട് വീട്ടിൽ ജിഷ്ണുവാണ്. ദേവദത്ത് ജിഷ്ണു മകനാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുംകര വാർഷിക യൂണിറ്റ് സമ്മേളനം വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിൽ നടന്നു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KK ഭരതൻ അധ്യക്ഷത വഹിച്ചു. VN വിജയഗോപാൽ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി MN കൃഷ്ണൻകുട്ടി വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. KSSPU തെക്കുംകര യൂണിറ്റ് സെക്രട്ടറി PK സജീവൻ, ജോയിന്റ് സെക്രട്ടറി E സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് MS ഏലിയാമ എന്നിവർ സംസാരിച്ചു. ടീച്ചറെ, നിങ്ങൾക്ക് അങ്ങനെ അധികാരമില്ല, അവകാശമില്ല ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഒരു ജീവിതത്തിന്റെ 3/4 ഭാഗവും ടീച്ചേഴ്സ് ആണെങ്കിൽ ജീവിതത്തെ കുടുംബത്തെയും മറന്നു മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ആ സ്കൂളിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. അപ്പൊ അവർക്ക് അർഹതപ്പെട്ടുള്ള പെൻഷൻ തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ മനസ്സിലുണ്ടെങ്കിലും കൂടി അതങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടൻ മാസ്റ്റർ, ഏരിയാം ടീച്ചർ തന്നെ പഠിപ്പിച്ചില്ലെങ്കിലും ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും താഴത്തുള്ള മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ടീച്ചർ തന്നെ. അമ്മ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടീച്ചർ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ഞാൻ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഞാൻ ടീച്ചേഴ്സിനെ തന്നെയാണ്. കാരണം നമ്മുടെ നഴ്സറി തൊട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ
1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും നമ്മൾ അവർ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒരു സഹായം കൊണ്ടല്ല നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ബൗത്തയ്ക്ക് ജനുവരി 8-ന് സമാപനം. സുറിയാനി പ്രാർത്ഥനാശീലുകളാലും സങ്കീർത്തനാലാപനത്താലും മുഖരിതമായ ആത്മീയ അന്തരീക്ഷത്തിൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ വിശ്വാസികളുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരമ്പരാഗത ഉപവാസ അനുഷ്ഠാനം ജനുവരി 28-ന് അവസാനിക്കും. മാർത്തുമറിയം വലിയ പള്ളി, മാർ യോഹന്നാൻ മംദാന പള്ളി കിഴക്കേക്കോട്ട, മാർ മാർത്തോമസ് ലീഹ പള്ളി പട്ടിക്കാട്, സെന്റ് തോമസ് പള്ളി എറണാകുളം, മാർ കർദാക് സഹദ പള്ളി ചെന്നൈ, മാർ തിമോത്തിയോസ് പള്ളി ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ രാവിലെ 7 മണി മുതൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ 3 ദിവസം ബൗത്ത അഥവാ യാചന എന്ന 3 നോമ്പാചരണം നടന്നു. വ്യാഴാഴ്ച രാവിലെ അർപ്പിക്കുന്ന സ്തോത്ര വിശുദ്ധ കുർബാനയുണ്ട്. സഭയുടെ പൂർവ്വപിതാക്കന്മാരാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രചിക്കപ്പെട്ട സുറിയാനിയിലുള്ള അപൂർവ പ്രാർത്ഥനാ ഗ്രന്ഥമായ ഹുദ്ര എന്ന 3 വാല്യങ്ങളിൽ സമൂഹവും വ്യക്തികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും യുദ്ധക്കെടുതികളിൽ നിന്നും രക്ഷിക്കണമെന്നുള്ള നിസ്സഹായനായ മനുഷ്യന്റെ പ്രാർത്ഥനകളാണ്. പ്രശ്നസങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രത്യാശയുടെ നുറുങ്ങു വെളിച്ചം കാണിച്ചു കൊടുത്ത് പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ വ്യക്തിയെ പ്രാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യം. സഭാ മേലധ്യക്ഷന്മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത, മറ്റു സീനിയർ വൈദികർ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. വിദ്യാർത്ഥികൾക്കെല്ലാം ദൈവജ്ഞാനം നൽകണമേ. ഗോപ്യമം നിന്നറിവിനാൽ അനുഗ്രഹിക്കാം. തപസികളാം നിൻ മക്കളെ നൽകി അനുഗ്രഹിക്കണേ. വർഷം നൽകുവാനായി മേഘത്തോടു കൽപ്പിക്കണേ. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്.
കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വടക്കാഞ്ചേരി പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് വടക്കാഞ്ചേരി സർവീസ് സൊസൈറ്റി ഹാളിൽ വെച്ച് സ്വീകരണം നൽകി. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുത്ത പരിപാടി ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് വരെ കക്ഷി രാഷ്ട്രീയം ഉള്ളുവെന്നും ജയിച്ച് ജനപ്രതിനിധിയായാൽ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ശബ്ദമായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, MR സോമനാരായണൻ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ കൃഷ്ണൻ ഉണ്ണി, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം V മുരളി, പ്രൊഫസർ സാധു പത്മനാഭൻ, റവറൻ ഫാദർ വർഗീസ് തരകൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, മാധ്യമപ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത്, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ്, സുഭാഷ് പുഴയ്ക്കൽ, PN ഗോകുലൻ, EK കുമാരൻ, PN രാജൻ എന്നിവർ പങ്കെടുത്തു. പൗരസമിതി ചെയർമാൻ AK സതീഷ് കുമാർ സ്വാഗതവും കൺവീനർ G സത്യൻ നന്ദിയും രേഖപ്പെടുത്തി. ഭരണ സംവിധാനം മുഖ്യമന്ത്രിക്ക് തുല്യവുമല്ലോ, ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പോലെ തന്നെ. അന്ന് പ്രിയപ്പെട്ട രാമേട്ടനായിരുന്നു അല്ലെ ആദ്യത്തെ പ്രസിഡന്റ്, BV രാമൻ. അദ്ദേഹം അന്തരിച്ചു. അന്ന് നമ്മുടെ ഈ മേഖലയിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കാഞ്ഞിരക്കോട് ഉൾപ്പെടെ 16-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പ്രതികൾ കസ്റ്റഡിയിൽ. ആരിമ്പൂർ ക്ഷേത്രത്തിലെ ധനുപ്പൂയ മഹോത്സവത്തിനിടെ കാവടിയാട്ടത്തിന് ഇടയിൽ പ്രതി 16 വയസ്സുള്ള കുട്ടിയുടെ ദേഹത്തേക്ക് വീണപ്പോൾ തള്ളി മാറ്റിയതിലുള്ള വൈരാഗ്യത്താൽ 16 വയസ്സുള്ള കുട്ടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് 4 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. അരിമ്പൂർ ഓളം തലിപ്പാറ കുളത്തിന്റെ സൈഡിൽ 16 വയസ്സുള്ള കുട്ടിയെ കൈകൊണ്ടും വടികൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അസഭ്യം പറയുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിൽ അരിമ്പൂർ ശ്രീഷ്ണവ്, സ്മിജിൻ, ശ്രീഹരി, രാജേഷ് എന്നിവരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സൗഹൃദം 83 SSLC ബാച്ചിന്റെ 3ാമത് വാർഷികവും സംഘടിപ്പിച്ചു. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 83-ൽ SSLC കഴിഞ്ഞ ബാച്ചിന്റെ 3ാമത് വാർഷിക സംഗമമാണ് പട്ടിക്കാട് PMP ഓഡിറ്റോറിയത്തിൽ നടന്നത്. സൗഹൃദം 83 ഗ്രൂപ്പ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് പ്രതാപചന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂട്ടായ്മയിൽ അംഗമായിരുന്ന അന്തരിച്ച ഗോപിനാഥനെ അനുസ്മരിച്ചു. സെക്രട്ടറി ഷാജി വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഗ്രേസി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പൊതുയോഗം റിപ്പോർട്ടും കണക്കും അംഗീകരിച്ചു. നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജാൻസി, ശശി എന്നിവരെ കൂടി ഉൾപ്പെടുത്തി അംഗങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ദുഃഖകരമായ അവസരങ്ങളിലും മംഗളകരമായ വേളയിലും കഴിയുന്നത്ര സഹപാഠികൾ പങ്കെടുത്ത് കൂട്ടായ്മയെ നല്ല നിലയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പലർക്കും ഒരു ആശ്രയവും തണലുമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവരും സന്നദ്ധമാണെന്നത് സൗഹൃദം 83ക്ക് കരുത്തേകുന്നതായി യോഗം വിലയിരുത്തി. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ സൗഹൃദം 83യുടെ വാർഷിക സംഗമം നടക്കും. ഒരു ദിവസം മുഴുവൻ പ്രായത്തിന്റെ അനാരോഗ്യം മറന്ന് വ്യത്യസ്ത കലാപരിപാടികളിൽ പങ്കെടുത്ത് പരിപാടി വൻ വിജയമായി. 60 പേർക്ക് ഇത്തവണ പങ്കെടുക്കാൻ കഴിഞ്ഞു. അടുത്ത വർഷം കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1983-ൽ SSLC കഴിഞ്ഞ ബാച്ച് ആണ് ഇത്. 2024 മുതലാണ് ഈ ബാച്ചിൻ്റെ സംഗമം ആരംഭിച്ചത്. 2024-ൽ 26/1/2024 പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ആദ്യ സംഗമം നടന്നത്. 100ഓളം പേരതിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇത്. പഴയ കുട്ടിക്കാലത്തെ ഒരിക്കൽ കൂടി ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുന്ന ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് എല്ലാവരും കൂടി സംഗമിച്ച് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ട് മുട്ടുകയും പരിചയം പുതുക്കുകയും ചെയ്ത് ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു അനുഭവമായിട്ട് മാറുന്നു. അത് എല്ലാ വർഷവും ഈ റിപ്പബ്ലിക് ദിനത്തിന് അതിൻ്റെ വാർഷികം ആചരിച്ചു വരികയാണ്. ഇത് തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിന് താല്പര്യമുണ്ട്. എല്ലാവരുടെയും സജീവ സഹകരണം പ്രതീക്ഷിക്കുന്നു. നല്ല സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത് വിപുലമായി നല്ല രീതിയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പുതുവത്സര സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചു. കൂട്ടാല സെന്റ് തോമസ് പള്ളിയിൽ നറുക്കെടുപ്പ് റവന്യൂ മന്ത്രി നിർവഹിച്ചു. 1ാം സമ്മാനമായ ഥാർ ജീപ്പ് 2379 എന്ന നമ്പറിനും 2ാം സമ്മാനമായ ബുള്ളറ്റ് 1087 എന്ന നമ്പറിനും 3ാം സമ്മാനമായ സ്കൂട്ടി 2134 എന്ന നമ്പറിനും
4ാം സമ്മാനം 2405, 5ാം സമ്മാനം 2098, 6ാം സമ്മാനം 2055, 7ാം സമ്മാനം 0736, 8ാം സമ്മാനം 0485 എന്ന നമ്പറിനുമാണ്. പള്ളി വികാരി റിജോ അധ്യക്ഷത വഹിച്ചു. സ്നേഹാലയം ബ്രദർ പോളി തൃശൂക്കാരൻ, MMB ജോബി ചുവന്നമണ്ണ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്ക് സ്വാഗതം ചെയ്യാം. കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയാൻ വളരെ ആകാംക്ഷയുണ്ട്. നമ്മുടെ ആദ്യത്തെ ഡിജിറ്റ് നമുക്ക് കിട്ടി 2 ആണ്. നമ്മുടെ രണ്ടാമത്തെ അക്കം നമ്മൾ എടുക്കുകയാണ്. ഔപചാരികമായി അതിൻ്റെ നറുക്കെടുപ്പ് നടത്താൻ പോകുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു സാന്നിധ്യം. സ്വാഗത പ്രാസംഗത്തിൽ മേജർ പറഞ്ഞതുപോലെ റിജോ അച്ഛൻ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു ചൈതന്യവും ഒരു ഇടപെടലും കുറച്ച് കൂടിയിട്ടുണ്ട്. കുറച്ച് ആവേശത്തിലാണ് നമ്മളെല്ലാവരും. ഈ ഒരു നവചൈതന്യം നമ്മുടെ പള്ളിക്ക് ഉണ്ടാകാൻ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന വലിയ പരിശ്രമത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണിത്. ഇന്ന് നിരവധി പരിപാടികളുള്ള ദിവസമാണ്, ഞായറാഴ്ച. പക്ഷേ ഇവിടെ പള്ളിയുടെ ഇത്തരമൊരു ശ്രദ്ധേയമായ പരിപാടി ഉള്ളതുകൊണ്ട് വന്നിട്ട് വേണം വേറെ എങ്ങോട്ടും പോകാൻ എന്നുള്ളത് കൊണ്ടാണ് ഓടി പിടിച്ച് തിരക്കിലൂടെ വന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ നാടിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാവിയുണ്ട്. അതിത്ര ധൈര്യത്തോടു കൂടി ഞാൻ പറയാൻ കാരണം നമ്മുടെ ഏവർ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പരിപാടി അവതരിപ്പിച്ച കുട്ടികൾ വരെ നല്ലൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കുഞ്ഞു മക്കൾ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഞാൻ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ 6 ദിവസം പൂർണ്ണമായി കേരളത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടതാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. റിപ്പബ്ലിക് ദിനത്തിൽ PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഭരണഘടനാ സംരക്ഷണ സംഗമവും ഭരണഘടനാ പതിപ്പിന്റെ വിതരണവും നടത്തി. ഫാസിസ്റ്റുകൾ ഭരണഘടനയെ വെല്ലുവിളിച്ചഴിഞ്ഞാടുമ്പോൾ പ്രതികരിക്കാൻ ഓരോ പൗരന്മാരും തയ്യാറാകണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു മൂലയിൽ പോലും പങ്കെടുക്കാത്ത RSSും BJPയും ഭരണഘടനയെ മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഭരണഘടന സംരക്ഷിക്കണമെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് ചേർപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. PDP തൃശൂർ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജെൻസൺ ആലപ്പാട്ട് സ്വാഗതം ആശംസിച്ചു. രാജീമണി സൈനുദ്ദീൻ, കൊടകര കബീർ മൗലവി തുടങ്ങിയവരും സംസാരിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക്, തന്റെ രാജ്യത്തെ വിഭാഗങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തെ പീഡനം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് മുന്നറിയിപ്പുകാർ അതിനുശേഷം
ഉണ്ടായിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകാരിലെ ഏറ്റവും ശക്തമായതും ഏറ്റവും വ്യക്തമായതും നിലപാടുകളിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഇന്നും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനത്തെ വിപ്ലവകാരിയാണ് അബ്ദുൽ നാസർ മദനി എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് PDP എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരുപാട് മുന്നറിയിപ്പുകൾ രാജ്യത്തുണ്ടാകുമ്പോൾ ആ മുന്നറിയിപ്പുകളൊക്കെ യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കാണ് അതിന്റെ അവസാന നിമിഷം പോലും നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നത്. 27ാമത് റിപ്പബ്ലിക് ദിനം ഇന്ന് ആഘോഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ റിപ്പബ്ലിക് ദിനത്തിലും കേന്ദ്ര ഗവൺമെന്റ് ആ റിപ്പബ്ലിക് ദിനം ആഘോഷമായിട്ട് ഒരു തീം അവതരിപ്പിക്കും. താമസിക്കാൻ വീടില്ലാതെ, മരിച്ചാൽ ശവമടക്കാൻ ഭൂമിയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ വിശന്നാൽ ഭക്ഷണം കഴിക്കാനില്ലാതെ, ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള ആതുര സേവന കേന്ദ്രങ്ങളില്ലാതെ, അങ്ങനെ രാജ്യം എല്ലാ നിലയിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് RSSന്റെ കീഴിലുള്ള BJP ഗവൺമെന്റ് വർഷങ്ങളായി തുടർന്നു വരുന്ന ജാതി വിഭജനങ്ങളും വൈക്കാട്ടിൽ ശ്രീധരൻ മാസ്റ്റർ റിട്ടയർഡ് അധ്യാപകനാണ്. ശ്രീരാമ പോളിടെക്നിക് വലപ്പാട്. 97 വയസ്സായിരുന്നു. തൃശൂർ ശോഭ സിറ്റി ജെയ്ഡ് 80-81 വസതിയിൽ അദ്ദേഹം നിര്യാതനായി. സംസ്കാരം വടൂക്കര ശ്മശാനത്തിൽ നടന്നു. മക്കൾ ഡോക്ടർ റീന, ഡോക്ടർ രാജേഷ്, രാജീവ് എന്നിവരാണ്. മരുമക്കൾ ഡോക്ടർ സുരേഷ്, ഡോക്ടർ ശാന്തി, രശ്മി എന്നിവരുമാണ്. തറയിൽ സ്റ്റോപ്പിന് സമീപം രാമാടി വീട്ടിൽ RV മണി നിര്യാതനായി. 86 വയസ്സായിരുന്നു. NGO അസോസിയേഷൻ നേതാവായിരുന്നു. തൃശൂരിൽ PWD ഉദ്യോഗസ്ഥനുമായിരുന്നു. കോൺഗ്രസ് പുതൂർക്കര മുൻ ഡിവിഷൻ പ്രസിഡന്റാണ്. റിട്ടയർഡ് ട്രഷറി ഉദ്യോഗസ്ഥ സരളയാണ് ഭാര്യ. മക്കൾ മീ ജമോൾ, മനുരാജ്, അഡ്വക്കേറ്റ് മിനു R മണി. മരുമക്കൾ വിൽസൺ, അബിത, അനിൽ എന്നിവരാണ്. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണ്ണക്കൊള്ള. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരകത്ത് ഉദ്ഘാടനം ചെയ്തു. 27 പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് പൂർണ്ണം. തെക്കുംകര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചെയ്യുന്ന തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. പുത്തൂർ പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശുചിത്വ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.